ചോറും തെമ്മാടിയാണ് കാരണം റംസാൻ മാസത്തിൽ പോലും ഒരു വില കൽപ്പിക്കാതെ തെമ്മാടി. ചോറ് എന്താ ഈ പൊട്ടൻ എഴുതിയിരിക്കണം അബൂബക്കറെ? കേരളത്തിൽ ബോംബിട്ടിരുന്നെങ്കിൽ മലയാളി എഡിറ്റർ. ഷോ അങ്ങനെ പറയില്ലടാ. മാങ്ങണ്ടി മുകരൻ നസീബ് ട്രക്കേ. റൊണാൾഡ് ഡേഷെ ഇപ്പോഴും വളരില്ല. ഉള്ളത് ചുട്ടു നിന്നാൽ ഇതുപോലെ ഇരിക്കേണ്ടി വരും. ഇന്ത്യ 85 ഹിന്ദു കൺട്രി. പട്ടി. ട്രക്ക് ഡ്രൈവറെ സെറ്റാക്കു സിന്ധു. ശരിയാ. എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? പിന്നെന്താ സ്മേലിക്ക് അസുഖം? മക്കളെല്ലാവരും ഉറങ്ങിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് കരുതുന്നു. എന്നാലൊക്കെ ഗുഡ് നൈറ്റ് ലൈക്ക് അടിച്ചു. പടച്ചോൻ്റെ കാര്യം കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഇക്ക. ഇത്ത മോശമായി പറഞ്ഞവരെ മൈൻഡ് ചെയ്യണ്ടേ? ഷാനി, നിനക്ക് ബംഗ്ലാദേശ് പോയിക്കൂടെ? ഈ ഡ്രൈവറുടെ ആരൊക്കെയോ എവിടേക്കോ ഉണ്ട്. ഇപ്പം അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്ത് പണിക്കാണ് അവരൊക്കെ പോയിരിക്കുന്നത്? പറയാം. ഹിന്ദു ഓർ മുസ്ലിം? ഹിന്ദു മുസ്ലിം. ഫൈസൽ ഹായ്. അസീബ് കുമ്പിടിയാണ് അവിടെ കണ്ട് ഇവിടെയും കണ്ട്. തെമ്മാടിച്ച് ആരുടെ നിൻ്റെ തള്ളയാണോ? വൈബേന്ന് വെച്ചിരുന്നത്. അമ്മച്ചി തൂറിയോ? അയ്യോ എൻ്റെ അനിയ, ഒരു മുന്നേ വരികയാണെന്നുണ്ടെങ്കിലോ. എടാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി എന്നിട്ടാണ് അപ്പം ഇവിടെ വന്നിരിക്കണത്. ഷോ ഇനി രാവിലെ വാടാ. വരുമോ? വിളിക്കോ? അയച്ചേരണോ? പറയടാ. നിനക്ക് എവിടുന്ന് ഫുഡ് കഴിച്ചപ്പോഴേ ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്? നീ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയി നോക്കടാ. നിനക്ക് എല്ലാതും കൂടി മിക്സഡ് കഴിക്കടാ. മിക്സഡ്. അവിയല്, കാളൻ, രസം. ആലോചിച്ച് നോക്കിയാടാ നീ. ശോ എൻ്റെ അനിയാ, ആലോചിച്ച് നോക്കിയാ എനിക്ക് എന്നെ ഛർദ്ദിക്കാൻ വരടാ. പൊടാ. ശോ എന്നാലും നീ ഇതെങ്ങനെയാടാ കഴിക്കുന്നേ? ചിരി നല്ല സൂപ്പറാണോ? താങ്ക് യു താത്ത. ഞാൻ കക്കൂസിലാണ്, വെള്ളമില്ല. പടച്ചോനെ, പുഷ്കരൻ പെട്ടത്ര. പുഷ്കര, നീ ഒരു കാര്യം ചെയ്യടാ. അവിടെ എന്തിനാ അങ്ങനെ കരയടാ? എനിക്ക് കക്കൂസിൽ പോയി വെള്ളമില്ലെന്ന് ആ കണ്ണീര് കൊണ്ട് നീ കുണ്ടി കഴി തൽക്കാലം പോരടാ. വെള്ളമൊക്കെ ആരെങ്കിലും ഒഴിച്ചോളും കേട്ടോ. അവിടെ ഇരുന്ന് അങ്ങ് കരയി കുറച്ച്. ആ വെള്ളം ആ കണ്ണീര് കൊണ്ട് കഴുകി കൂടി പോരും. മലയാളി ചിരി നല്ല സൂപ്പർ. പിന്നെ ഇറ്റ്സ് മീ ഹായ്. പുഷ്കരൻ മണ്ണ് വാരി തേപ്പ്. അയ്യോ എനിക്ക് വയ്യ. പുഷ്കരൻ വെറുതെ അല്ല പുണ്ടേ. തൂറാത്തവൻ തൂറിയല്ലിരിക്കും. അയ്യോക്ക് വയ്യ. അസീബ് ഇത്താത്ത എന്നെ പെരുന്നാളിന് ക്ഷണിക്കുമോ? പിന്നെന്താടാ, നീ അങ്ങ് പോര്, വീട്ടിലേക്ക് പോര്. താത്ത നോമ്പല്ലേ, സക്കാത്ത് താ. എടാ ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 2.5 പവൻ്റെ സ്വർണത്തിൻ്റെ ഒക്കെ സമ്പാദ്യം ഉണ്ടെങ്കിലല്ലേടാ ഞങ്ങൾ സക്കാത്ത് കൊടുക്കുക. ഞങ്ങളോ പിച്ചകളാടാ, പിച്ചകൾ. നീ വായോ, പെരുന്നാളിന് വായോ. സക്കാത്ത് തന്നില്ലെങ്കിലും ഇല്ല, ഫുഡ് കഴിച്ചിട്ട് പോവാ. വായോ. ഡൗൺലോഡ്. എന്താണ് പുഷ്കരൻ? ഡൊണാൾഡ് നിന്റെ വായിലിട്ടോളൂ. പോടാ. സിസ്റ്ററി സംസാരമൊക്കെ മോശമല്ലേ? മുഹമ്മദ് TP ആണോ? മുഹമ്മദ് TP, നിനക്ക് ഈ ലൈവിൽ വരലൊക്കെ മോശമല്ലേ? റമദാനൊക്കെ അല്ലേ? തടിച്ചിങ്ങനെ പോടാ. അവൻ വന്നേക്കുന്നു. മുഹമ്മദ് എന്ന നെയിം എക്സ്ട്രാ മിൽച്ചൻ. ട്രക്ക് ഡ്രൈവർ ഞാൻ പോകുന്നില്ല പൊട്ട. ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട്. മലയാളി എഡിറ്റർ. താങ്ക് യു. അൽ കമലഹാസൻ. ആഹാ വന്നല്ലോ. വെൽക്കം അൽ കമലഹാസൻ. വളിമോൾ.
ആണോ? ആയിക്കോട്ടെ. നീ പിന്നെ അത് ഇടില്ലല്ലോ. നിനക്ക് പിന്നെ എന്താ വരിക? അയ്യോ, എൻ്റെ അൽക്കമലവാസനെ, നീ പറഞ്ഞത് കേട്ടാ തോന്നുന്നില്ല നീ ഈ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വളി പോലും നീ ഇട്ടിട്ടില്ലെന്ന്. ഇല്ലടാ, അവൻ്റെ കുണ്ടിയിലാകെ പി വെച്ചെന്തിയാ. അവനാണ് എന്നെ വിളിക്കുന്നത് വളിമോൾന്ന്. മനസ്സിലായില്ലേ? പി വെച്ചെന്തിന്ന്. ആരോടും പറയണ്ട. എന്നിട്ട് അവനാണ് എന്നെ വിളിക്കുന്നത്. അല്ലേ അൽക്കമലകാസ്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ബസ്സിലെങ്ങാനും കയറരുത് കേട്ടോ. അൽക്കമലകാസിനെ, നീ ബസ്സിലൊന്നും കയറരുത്. ബസ്സിലെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ വിചാരിക്കും വണ്ടി നിർത്താനുള്ള വിസിലാണെന്ന് കേട്ടോ. അതുകൊണ്ട് പോട്ടെ. കൺട്രോൾ കൺട്രോൾ. റൊണാൾഡോടാ കടയാടി, നിനക്ക് രാത്രിയിൽ വിദേശത്ത് വാണം വിടാലോ. ആൻ്റണി ഒന്ന് പോടി. ആൻ്റണി, ഞാൻ എവിടേക്കാടാ പോകേണ്ടത്? പറഞ്ഞു കേട്ട തോന്നില്ല ഞാൻ നിൻ്റെ വീട്ടിലായിരിക്കുന്നത്. ആണോ? ഞാൻ നിൻ്റെ വീട്ടിലേക്കാനാണോ ഇരിക്കുന്നത്? നോമ്പാണോ? പിന്നെ ഇന്ന് എന്താണ് ഫുഡ്? ഇന്ന് ഞങ്ങൾ മുട്ട ബിരിയാണി ഉണ്ടാക്കി. ഫുഡ് കഴിച്ചോ കിരൺ? ഫുഡൊക്കെ കഴിച്ചോ കിരണേ? മുഹമ്മദ് എന്ന നെയിം PCO മുഹമ്മദ് പൊടപ്പാട്ടി. നിൻ്റെ ഡാഷ് ഹസ്ബൻഡ് നക്കിത്തരലുണ്ടോ? എടാ മുബഷീറെ, നിൻ്റെ പെണ്ണും പിള്ളേരുടെയൊക്കെ നാട്ടുകാരാ നക്കി കൊടുക്കണിച്ചിട്ട് എന്തുവാടാ നീ ഇമ്മാതിരി ചോദ്യമൊക്കെ? എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അല്ലാതെ നിൻ്റെ പെണ്ണും പിള്ള ഒരെണ്ണത്തിന് ഒരുത്തിനെ വിളിക്കും, മറ്റവനെ വിളിക്കും. എന്താടാ മുബഷീറെ ഇങ്ങനെ? സത്യത്തിൽ നിൻ്റെ ഭാര്യ നിനക്കൊന്നും തരുന്നില്ല. എല്ലാ നാട്ടുകാരാ ഒന്ന് ചെയ്ത് പോണല്ലേ. പാവം മുബഷീർ. ഞാൻ അവൻ്റെ പെണ്ണുപിള്ളയുടെ ഒരു കാര്യം ഒന്ന് ആലോചിക്കാം. ഉമ്മ വയ്ക്കാൻ ഒരാളെ വിളിക്കും, വേറൊരാളെ വിളിക്കും, മേൽഭാഗത്തേക്ക് വേറൊരാളെ വിളിക്കും. ലേ മുബഷീറേ, പാവം നിൻ്റെ പെണ്ണുപിള്ളയുടെ ഒരു കാര്യം. മുബഷീറെ, ഇനി ഇപ്പോഴൊന്നും കമൻ്റ് ഇടണ്ട. ഇത് ദഹിച്ചതിന് ശേഷം നീ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. കമലഹാസൻ ആര് നിൻ്റെ പിഴച്ചതല്ലേ? ശ്രീജ ക്രിസ്ത്യൻ അല്ലേ? അല്ലടാ, ഹിന്ദുവാ കിരൺ. ഹാപ്പി ബർത്ത്ഡേ അസിഫ് തിരൂർ എന്ന് പറയാമോ? പിന്നെന്താ ഹാപ്പി ബർത്ത്ഡേ അസിഫ് തിരൂർ. താത്ത ചിരിപ്പിക്കല്ലേ? നോ പോടി തള്ളേ ഷാജിദ. ഹാപ്പി ബർത്ത്ഡേ അസിഫ്. പിന്നെന്താടാ യു ഡോഗ്. അതും ആരാ എഴുതിയിരിക്കുന്നത്? സുലൈഖ യു ഡോഗ്. സുലൈഖ യു ഡോഗ് ആണോ? ആയിക്കോട്ടെ. നിന്നെ തന്നെ ഞാൻ ഡോഗ് എന്ന് വിളിച്ച് പോലെ തന്നെ. ഇത്താൻ്റെ സംസാരം കേട്ടിട്ട് ചിരി വന്നു. ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞല്ലോടാ. മലയാളി എഡിറ്റർ ചിരി വന്നു. ആയിക്കോട്ടെ, ഹാപ്പി ബർത്ത്ഡേ ഇവിടെ പറഞ്ഞല്ലോടാ. പിന്നെ അത് പിന്നെ ട്രക്ക് പറഞ്ഞല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആയിക്കോട്ടെ. അന്തോണി, എനിക്കിഷ്ടമുള്ള പേര് അന്തോണി. സാജിദ പൊടി പൊട. ആസിഫ് തിരൂർ റെസ്റ്റ് ഇൻ പ്ലേസ് എന്നാണോ? ഹായ് താത്ത. ഷമീർ ഹായ്. പോയി 10 സ്വലാത്ത് ചൊല്ലി. അതെന്താ നിനക്ക് ചൊല്ലിക്കൂടെ? എനിക്ക് മാത്രം സ്വലാത്ത് ചൊല്ലാൻ പാടുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആയിക്കോട്ടെ. 1 സ്വലാത്ത്, 2 സ്വലാത്ത്, 3 സ്വലാത്ത് മതിയോ? ലൈവിൽ അങ്ങനെ വരാറില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ ബോറടിക്കില്ല. ആണോ? താങ്ക് യു. അഭിജിത്ത് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒക്കെ ആയോ? റൊണാൾഡ് പുണ്ട് ഇന്ന് അവൻ്റെ പിറന്നാളാണ്. ഹലോ. ആയിക്കോട്ടെ. ഈ പെണ്ണിൻ്റെ ചുണ്ടിൽ ഒരു ഉമ്മ തരട്ടെ സ്നേഹിതൻ. സ്നേഹിതൻ നിന്നെ കുറേയല്ലേ കണ്ടിട്ട്. വേലി ചാടിയ പശുവിനെ കോലുകൊണ്ട് മരണം. താത്ത വേലി ചാടി ഇപ്പോൾ 5 പൈസ എടുക്കാൻ കഴിയില്ലല്ലോ. പൊടാം. നിങ്ങൾ മതം മാറിയോ? പിന്നെ ഇതുവരാ ഇബ്രാഹിം മുന്നേ വന്നിട്ടുണ്ടല്ലോ. ഇബ്രാഹിം കുട്ടി കളിക്കുമ്പോൾ തരൂ മനസ്സിലായില്ലടാ. എന്തുവാ നീ ഉദ്ദേശിച്ചേ? കളിക്കുമ്പോൾ എന്തെങ്കിലും കോട്ടെ. ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ സെക്സ് ചെയ്യാൻ കൂടുതൽ താല്പര്യം ഒന്ന് പറഞ്ഞു തരുമോ?
നിൻ്റെ പെണ്ണുങ്ങളെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നീ പോകുന്നില്ലെങ്കിൽ നിൻ്റെ പെണ്ണുങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ തേടി പോകുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, നീ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ്, അതുകൊണ്ട് അവൾ വേറെ തേടി പോകുന്നു എന്ന്. മനസ്സിലായോ? അയ്യോ, അവൻ ചോദിച്ചെന്നൊരു ചോദ്യം കേട്ടില്ലേ, ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ സെക്സ് ചെയ്യാൻ കൂടുതൽ താല്പര്യം, ഒന്ന് പറഞ്ഞു തരുമോ? എടാ, പെണ്ണുങ്ങൾക്ക് എനിക്കൊക്കെ എൻ്റെ കുടുംബമാണ് വലുത്. ഈ സെക്സൊക്കെ ഒരു 5% മാത്രം നോക്കി. അത് ജീവിതത്തിലെ ബാക്കി 95% കുടുംബത്തിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക കുറേ കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഈ സംഭവം വേണ്ടെന്നല്ല. നമ്മൾ നമ്മുടെ പെണ്ണുങ്ങളെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പരാക്രമമൊന്നും കാണിക്കാതെ നല്ല സ്നേഹത്തോട് മുത്തേ പൊന്നെ ചക്കര അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങി കിടക്കടി എന്ന് പറഞ്ഞ പിറ്റേ ദിവസം പെണ്ണുങ്ങൾക്ക് കൂടെ കെടുക്കാനേ തോന്നില്ല കേട്ടോ. യോ, ഞാൻ പറഞ്ഞായിരുന്നോ? വേണ്ട, ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കും, ഛേ ഇവള് എന്തൊക്കെയാ ഈ പറയണമെന്നുള്ളത്. വേണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പോടാ. കമലഹാസൻ ഡാഷ് ഇടുന്ന നല്ല ഷാനി MP റൊണാൾഡോ ഇടാ, നിന്റെ അപ്പൻ കളിക്കാൻ വിളിക്കുന്നു. ഇബ്രാഹിം കുട്ടി നോമ്പായിട്ടാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത്. പിന്നെ ഇത്തവണ ഞാൻ എത്രയായി ഒരു വളി ചോദിക്കുന്നു. പടച്ചവനെ, ഇനി ഇതിനൊക്കെ ആളുണ്ടെന്ന് എനിക്കറിയടാ. ഛേ, ഇപ്പം ഇല്ലടാ, സ്റ്റോക്ക് ഇല്ലടാ. എന്തിനാ നിങ്ങൾ ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത് മിസ്റ്റർ ബോസ്? ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മൾ മറുപടി കൊടുക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നത്? പറ. അജ്മൽ, നിൻ്റെ ഉമ്മ നിസ്കരിക്കുമ്പോൾ ഡാഷ് വീണ്ടും പോയി നോക്ക്. അപ്പം വീണ്ടും നിസ്കരിക്കണ്ടടാ, അല്ല വീണ്ടും പോയി വുളുവൊക്കെ എടുക്കണ്ടടാ. പർദ്ദ വേണ്ട ഷമീർ. പർദ്ദ വേണ്ടെങ്കിൽ ഷമീർ ഒരു കാര്യം ചെയ്യും, ഷമീർ എന്ന പേര് മാറ്റി വരിക കേട്ടോ. ഷമീറെ, നീ